അപ്പോൾ വാർ 2 ആൻഡ് കൂലി ഈ സിനിമകളിൽ ഏത് സിനിമയാണ് ബെറ്റർ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോയിൽ 2 സിനിമകളെ കുറിച്ച് തുറന്നങ്ങോട്ട് പറയാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ വാർ 2 ഈ സിനിമ തമിഴിലും ഡബ് ചെയ്ത് വന്നിട്ടുണ്ട്. ഹിന്ദി സിനിമയാണല്ലോ, അപ്പോൾ തമിഴിലുള്ള വേർഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ സിനിമേൻ്റെ ഇടയിൽ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദി മനസ്സിലാകാത്തവരാണെങ്കിൽ അവർക്കതൊരു ലാഗ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തമിഴ് ഡബ്ബിംഗ് ആണെങ്കിൽ നമുക്കത് മനസ്സിലാകുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല കാണാം. എന്നാലും ഹിന്ദിയിൽ ആണെങ്കിൽ ഇനി തമിഴിലാണെങ്കിൽ പോലും ഇടയിൽ കുറച്ച് നേരം സംസാരം വരുമ്പോൾ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു പറയാം. ഇതിൽ ഋതിക് റോഷൻ ആൻഡ് ജൂനിയർ NTR ഇവരെ രണ്ടുപേരെയും ഇതിൻ്റെ ഡയറക്ടറായ അയൺ മുഖർജി ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവർ രണ്ടുപേരും തന്നെ നല്ല ആക്ഷൻ ഹീറോസാണ്, നല്ല ഡാൻസേഴ്സാണ്. 2 സംഭവങ്ങൾ ഈ സിനിമയിൽ ഗംഭീരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇവർ ഇങ്ങനെ കാല് സ്പ്രിങ് പോലെ വെച്ചുള്ള ഒരു കളി ഉണ്ടല്ലോ, കാണാൻ നന്നായിട്ടുണ്ട്. ആരും ഡാൻസ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് കണ്ടിരുന്നു പോകും, നന്നായിട്ടുണ്ട്. അതേപോലെ ഇവരുടെ ആക്ഷൻ ഒന്നിനൊന്ന് ബെറ്ററാണ്. 2 പേരും അതായത് ഈക്വലായിട്ട് ഇവർ ആക്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ VFX ഉപയോഗിച്ചിട്ടുണ്ട്. VFX ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറേ ലൈവ് ലൊക്കേഷനുകൾ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വെറുതെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് VFX കാണിച്ചിട്ട് അതിലെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോയിട്ട് ആ ഒരു സ്ഥലങ്ങളിൽ ജോയിൻ ചെയ്ത് അങ്ങനെയല്ലാതെ കുറേ ലൊക്കേഷൻസ് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറേ ക്യാഷ് ചിലവാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ജെയിംസ് ബോണ്ടിൻ്റെ സിനിമയിലൊക്കെ വരുന്ന പോലെ വിമാനത്തിലൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ പൊട്ടിച്ച സംഭവങ്ങളാട്ടോ. അതേപോലെ ബോട്ടിൽ വെച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്, അത് നന്നായിട്ടുണ്ട്. പിന്നെ ട്രെയിനിൽ വെച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്, ഒക്കെ നന്നായിട്ടുണ്ട്. ഇതൊക്കെ ധൂം സിനിമയിലൊക്കെ വരുന്ന റെഫറൻസ് പോലെയാണ് ഇതിൽ കാണുന്നതെങ്കിലും സംഗതി സിനിമ മുഴുവൻ 2 പേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാണാനുള്ള സംഭവം തന്നെയാണ് വാർ 2. പക്ഷേ ഇതിൽ നമുക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജൂനിയർ NTRും അതേപോലെ ഋതിക് റോഷനും തമ്മി കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാൾ പ്ലെയിനിൽ നിന്ന് ഒരാളെ താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു, തള്ളിയിടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരാൾ മറ്റൊരാളെ വെടിവെക്കുന്നുണ്ട്, കൊല്ലാൻ ഉദ്ദേശിച്ച് തന്നെ വെടിവെക്കുന്നുണ്ട്. പിന്നെ ഇവരൊരു പെട്ടെന്ന് 2 പേരും തമ്മിൽ ഇരുന്നിട്ട് ഭയങ്കര ഫീലിങ്ങോടെ വളരെ സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് സംസാരിക്കുകയാണ്, ഫ്രണ്ട്ഷിപ്പൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുക. അത് ഇങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. കാരണം ഇവർ കൊല്ലാൻ ശ്രമിക്കേണ്ടായിരുന്നു, അതിന് പകരം വേറെ എന്തെങ്കിലും അവിടെ കാണിച്ചാൽ ഓക്കെ ആകുമായിരുന്നു എന്ന് തോന്നിപ്പോയി. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമയുടെ അവസാനം വന്നപ്പോൾ ഇവർ 2 പേരുടെയും പൊട്ടിച്ചൊരു ആക്ഷൻ ഉണ്ട് കേട്ടോ. ഒരാൾ 1 ഇടിച്ചാൽ മറ്റേയാൾ 2 ഇടി, അങ്ങനെ ഈക്വലായിട്ട് ആക്ഷനൊക്കെ നല്ല സംഭവമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് നമുക്ക് ശരിക്കും ഉണരാൻ പറ്റുന്നുണ്ട്, ആ ഫ്രണ്ട്ഷിപ്പ് ശരിക്കും ഉണരാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമില്ലേ, അത് കണക്റ്റ് ആവുന്നില്ലെങ്കിൽ അത് കാണാൻ രസമുണ്ട്. എന്നിട്ട് ഋതിക് റോഷൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത് നന്നായിട്ടുണ്ട്. പിന്നെ സിനിമയുടെ അവസാനം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് നന്നായിട്ടുണ്ട്. അപ്പോൾ സിനിമ അതേപോലെ ദേശപ്പറ്റ് ഉണർത്തുന്ന ഒരു സിനിമയാണ്. അപ്പോൾ വാർ 2 കൂലിയേക്കാൾ ബെറ്റർ ആണോ എന്ന് ഞാൻ പിന്നെ പറയാം. വാർ 2 എന്തായാലും കുഴപ്പമില്ലാത്ത പടമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന മൂവിയാണ്. ഇനി കൂലി, ശരിക്കും ഈ സിനിമ ലോകേഷ് എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കൂലിപ്പണി രാജൻ ആ മോഡലിലാണ് രജനിയെ ഇതിൽ ലോകേഷ് അവതരിപ്പിച്ചിരിക്കുന്നത്. ലോകേഷിന് ഇപ്പോൾ വന്ന് അവസാനം അന്തം വിട്ട് പോയിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് 50 കോടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി വെറുതെ ഒരു എന്തൊക്കെ കാണിച്ച് എടുത്തു വെച്ചിരിക്കുകയാണ്. കൂലിപ്പണി രാജൻ നമ്മുടെ ഒരു സങ്കല്പത്തിൽ എങ്ങനെയാണ്, കക്ഷി വല്ല വെട്ടുകല്ല് തൂക്കാനോ അല്ലെങ്കിൽ കോൺക്രീറ്റ് പണിക്കോ എന്തിനെങ്കിലും വിളിച്ചാൽ പോയിട്ട് വൈകുന്നേരം വെള്ളമടിക്കാനുള്ള കാശായി കഴിഞ്ഞാൽ പുള്ളി ഹാപ്പി ആകുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ സങ്കല്പത്തിലെ കൂലിപ്പണി രാജൻ. ആ മോഡലിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഭയങ്കര അധോലോക ഭീകരന്മാരുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് അവരെയൊക്കെ കൊന്ന് ഭയങ്കര തള്ളിയിട്ട് ഭയങ്കര സ്റ്റൈലിൽ നിന്നാൽ എങ്ങനെയിരിക്കും കൂലിപ്പണി രാജൻ? ആ മോഡലിൽ രജനീനെ ഇതിൽ അവതരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്തുദ്ദേശിച്ചാണ് ഈ ലോകേഷ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? ശരിക്ക് രജനിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്, കക്ഷി കൂലിയായിട്ട് മർഡറൊക്കെ ചെയ്യുന്നുണ്ട്, ഓക്കെ സമ്മതിച്ചു. പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്ന ഭീകരന്മാരുമായിട്ട് അദ്ദേഹം അത്രയധികം സംഭവങ്ങൾ ചെയ്യാൻ മാത്രം അദ്ദേഹത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കണമായിരുന്നു. അത് ഇവിടെ ലോകേഷ് മറന്നു പോയിരിക്കുകയാണ്. അപ്പോഴല്ലേ നമുക്കൊരു ഫീല് കിട്ടുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം, രജനിയെ ഈ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ തന്നെ ലോകേഷ് പറഞ്ഞിരിക്കുകയാണ് ഞാൻ കമലിൻ്റെ ഫാനാണെന്ന്.
കമലിൻ്റെ ഫാനാണെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? തനിക്ക് കമലഹാസൻ അഭിനയിക്കുന്ന പോലെ രജനി ഇതിൽ അഭിനയിക്കണം എന്നാണ് പറയാതെ പറഞ്ഞിരിക്കുന്നത്. ഇത് എവിടുത്തെ ന്യായ? കമലിനെ പോലെ രജനിക്ക് അഭിനയിക്കാൻ പറ്റുമോ? രജനിയെ പോലെ കമലിന് അഭിനയിക്കാൻ പറ്റുമോ? രജനിയുടെ ഈ പ്രധാനപ്പെട്ട മാറ്റർ എന്താണ്? ഒന്നാമത്തത് ഇത്, രണ്ടാമത്തത് ഇത്, മൂന്നാമത്തത് ഇതൊക്കെയാണ് അദ്ദേഹം കാണിക്കുന്ന സ്റ്റൈലുകൾ. സ്റ്റൈൽ മന്നനാണ്. ഒരു സ്റ്റൈല് പോലും ഈ സിനിമയിൽ രജനിയെ കൊണ്ട് ലോകേഷ് ചെയ്യിപ്പിക്കുന്നില്ല. ഇത് എവിടുത്തെ ന്യായമാണ്? അദ്ദേഹത്തിൻ്റെ രീതികൾ എന്താണ്? അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ പോലും സ്റ്റൈലായിട്ടാണ് ഉറങ്ങാമെന്ന് സത്യരാജ് ഒരു പരിപാടിയിൽ പറയുന്നുണ്ട്, ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സ്റ്റൈൽ മന്നനെ ആ രീതിയിൽ കാണിക്കണ്ടേ? ആയി വിട്ടിട്ട് എന്നിട്ട് കമലഹാസനെ പോലത്തെ അഭിനയം രജനിക്ക് വന്നോ? അതുമില്ല. കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാം, ലോകേഷ് ഇതിൽ കുറേ ആക്ഷൻ സംഭവങ്ങൾ രജനിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സ്റ്റണ്ട് ചെയ്തിരിക്കുന്ന അൻപറിവാണ്. നല്ല പണിയെടുപ്പിച്ചിട്ടുണ്ട് രജനിയെ. അദ്ദേഹവും അത് തൻ്റെ പ്രായം, തനിക്ക് ശരീരത്തിൻ്റെ ആരോഗ്യാവസ്ഥ തീരെ പോരാ, എന്നിട്ടും അദ്ദേഹം കഷ്ടപ്പെട്ട് കുറേ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച രീതിയിൽ അനിരുദ്ധിൻ്റെ മ്യൂസിക്കും ഈ സിനിമയിൽ രജനിക്കൊരു ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിൽ മാത്രമേ ഇതിൽ രജനിയെ നമുക്ക് ഓക്കെ ആയിട്ട് പറയാൻ പറ്റൂ. ഈ സിനിമ ആക്ഷന് വേണ്ടിയിട്ട് കാണാം. അതും രജനിയുടെ ആ പ്രായത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഫീലിങ്ങോടെ കണ്ടാലും നമുക്ക് ആ ആക്ഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്നാലും ആ ഒരു കാര്യത്തിൽ ഓക്കെ. പിന്നെ ഈ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി പാൻ ഇന്ത്യൻ മൂവിയായിട്ട് ഇറക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് വൻ താരങ്ങളെ ലോകേഷിൽ ഇതിൽ ഇറക്കി. ഉദ്ദേശം എന്താണ്? ജയിലർ സിനിമയിൽ ഇതേപോലെ വൻ താരങ്ങളെ ഇറക്കിയത് കൊണ്ടാണ് ആ സിനിമ വിജയിച്ചിരിക്കുന്നത് എന്നാണ് ലോകേഷ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ജയിലർ വിജയിക്കാൻ കാരണം എന്താണെന്ന് ഇതുവരെ ആർക്കും പിടുത്തം കിട്ടിയിട്ടില്ല. കാരണം ആ സിനിമ വലിയ നല്ല സിനിമയൊന്നും അല്ല. അതിൽ രജനി ഒരു സംഭവം ചെയ്യുന്നില്ല. എന്നിട്ടും ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് 1000 കോടിയൊക്കെ വിൻ ചെയ്തുകൊണ്ട് ആ സിനിമ ഓടി എന്നുള്ളതാണ് സത്യം. അതിൽ വൻ താരങ്ങളെ ഇട്ടിട്ടും വലിയ സംഭവങ്ങളൊന്നും കണ്ടില്ല. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് കാരണമാണ് ആ സിനിമ. പിന്നെ നമ്മുടെ വിനായകൻ അതിൽ പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സിനിമ ഓടിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക, അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വൻ താരങ്ങളെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഓടുന്ന് കരുതിയിട്ട് ലോകേഷ് ഇട്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് കൊടുക്കേണ്ട സ്ഥാനങ്ങൾ കൊടുക്കണ്ടേ? എവിടെ കൊടുത്തു? ഇതിൽ നമ്മുടെ സൗബിനെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് എന്താ രസം എന്ന് വെച്ചാൽ സൗബിന് ഇതിൽ തിളങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതിൽ മോശമാക്കി തന്നെയാണ് വെക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ലോകേഷ് മറ്റ് താരങ്ങളെ അപേക്ഷിച്ച്. പക്ഷേ സൗബിന് ഇറങ്ങി കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇടവേള വരെ പുള്ളി അടിപൊളിയായിട്ട് ഡാൻസും അതേപോലെ ഭീകരത സൃഷ്ടിക്കാനൊക്കെ സൗബിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മലയാളികൾക്ക് അത് ആശ്വസിക്കാം. സൗബിന് ഓക്കെയാണ്, അവസാനം വരെയും വലിയ കുഴപ്പമില്ല. പക്ഷേ സൗബിനെ മോശമാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു താരമാണ് നാഗാർജുന. കാരണം സൗബിൻ്റെ ബോസാണ് നാഗാർജുന ഇതിൽ എന്താണ് ലോകേഷ് കാട്ടി വെച്ചിരിക്കുന്നത്? നാഗാർജുനയ്ക്ക് കൊടുത്ത കഥാപാത്രത്തെ അദ്ദേഹം കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രീതിയിൽ. പക്ഷേ ആ കഥാപാത്രത്തിന് അത്ര മൂല്യമില്ല. അത് മറ്റേ നമ്മുടെ വിക്രം മൂവിയിൽ വരുന്ന പോലെ റോളക്സ് സൂര്യ എങ്ങനെ ആ മോഡലിൽ കൊണ്ടുവരാനാണ് ശ്രമിച്ചിരിക്കുന്നത്. എവിടെ റോളക്സ് ആയി? നാഗാർജുന വലിയ സംഭവമില്ലാതെ ചീറ്റി പോകുന്ന പോലെ ആയിപ്പോയി. അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ടെങ്കിലും ആ കഥാപാത്രത്തിന് വലിയ പ്രാധാന്യം വരുന്നില്ല. ഇനി അടുത്തത് ഉപേന്ദ്ര. ലോകേഷ് ഇനിയും ലിയോ സിനിമയിൽ നിന്ന് വിട്ടു വന്നിട്ടില്ല കേട്ടോ. ലിയോയിൽ തൃഷേനെ കൊല്ലാൻ പോകുന്ന സമയത്ത് വിജയ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ആ ഫോണിൻ്റെ അടുത്ത് വന്നിട്ട് സുബ്രഹ്മണി എന്ന് പറയുന്നില്ലേ, അപ്പോൾ ഒരു സാധനം വന്ന് നിൽക്കുന്നില്ലേ, ഒരു വലിയൊരു ചെന്നായ പോലത്തെ ഒരു സംഭവം. അതേപോലെ ഉപേന്ദ്രയെ ഇതിൽ രജനി ക്ഷീണമായിട്ട് വീതിസിൽ ഊതുമ്പോൾ പുള്ളി വന്ന് നിൽക്കുക. പക്ഷേ ഉപേന്ദ്ര ആ നിമിഷം നന്നായിട്ടുണ്ട് കേട്ടോ. കക്ഷി ആ മുടിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ആക്ഷനൊക്കെ ഇറങ്ങുന്നുണ്ട്, നന്നായിട്ടുണ്ട്. ഉപേന്ദ്രയുടെ ആ സമയം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അങ്ങേർക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ലോകേഷ് പഴയതൊന്നും മറക്കാതെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. അത് എല്ലാവർക്കും തോന്നും. പ്രേക്ഷകർക്ക് ആ സീന് കാണുമ്പോൾ തന്നെ ആ സിനിമയിലെ വിജയുടെ ആ സംഭവം തോന്നും. അതിൽ നന്നായിരുന്നു, ഇതിൽ കുഴപ്പമില്ല, ആ ഭാഗം കുഴപ്പമില്ല. ഇനി അടുത്തത് അമീർ ഖാൻ. അദ്ദേഹം എത്ര വലിയൊരു സ്റ്റാറാണ്.
അദ്ദേഹത്തെ ഇതിൽ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? അങ്ങേര് ഈ സിനിമയിൽ വന്നിറങ്ങുമ്പോൾ തന്നെ പ്ലെയിനിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ ALP സ്കൂളിലത്തെ കുട്ടികൾ സ്ലേറ്റും ബുക്കും എടുത്തിട്ട് ഇറങ്ങില്ലേ, അതുപോലെ കുറേ നായ്ക്കളെയും പിടിച്ചിട്ട് വരിക. അദ്ദേഹം വന്നിറങ്ങുമ്പോൾ തന്നെ അദ്ദേഹം വിചാരിച്ചെങ്കിൽ തമിഴ്നാട്ടിൽ ദീപാവലിയാണെന്നാണ്. 2 1-ാം ക്ലാസ്സിലത്തെ 50 കുട്ടികൾ കളിക്കുന്ന തോക്കില്ലേ, അത് പിടിച്ച് ചിക്ക് 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 എന്ന് കുറേ പേരെ വെടിവെച്ച് ഇടുകയാണ്. എന്നിട്ട് അടുത്തതായിട്ട് പുള്ളി ഇറങ്ങിയിരിക്കുന്നത് ദിനേശ് ബീഡിയുടെ പരസ്യത്തിനാണ്. ബീഡി നന്നായിട്ടുണ്ട്, കുറച്ചും കൂടി കൊണ്ട എന്ന് പറഞ്ഞിട്ട് ബീഡി വാങ്ങി വലിക്കാനാണോ അദ്ദേഹം വന്നിരിക്കുന്നത്? ഒന്നിനും കൊള്ളാത്ത ഒരു കഥാപാത്രമായിട്ട് അമീർ ഖാൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ദാഹയാണ്. അങ്ങനെ ഈ സിനിമയിൽ ദാഹ ഓം സ്വാഹ. അടുത്തത് സത്യരാജിനെ ഞാൻ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. കാരണം അദ്ദേഹം പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് രജനിയോടൊപ്പം ഈ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നത്. അപ്പോൾ ഇതുവരെ അദ്ദേഹത്തെ രജനിയോടൊപ്പം അഭിനയിക്കാൻ ഈ കാലയളവിൽ വിളിച്ചപ്പോൾ വന്നിട്ടില്ല. കാരണം എനിക്ക് പറ്റിയ വേഷങ്ങൾ രജനിയോടൊപ്പം കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ലോകേഷ് വിളിച്ചപ്പോൾ അദ്ദേഹം ഈ സിനിമയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം ഭയങ്കര സംഭവമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പോയി കണ്ടു നോക്കിയാൽ അദ്ദേഹം എന്താ ചെയ്യുന്നത്? പണ്ട് കല്യാണ പന്തലുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഇരുമ്പിൻ്റെ മടക്ക് കസേരയില്ലേ, അത് കൊണ്ടുവന്ന് ഇട്ടിട്ട് അതിൽ അവിടെ ഓരോ വയറ് ചുറ്റിയിട്ട് കുട്ടികൾ സ്കൂളിൽ ഓരോ പ്രാക്ടിക്കൽ പരിപാടിക്ക് വെക്കില്ലേ, അതുപോലെ ഒരു സംഭവം വെച്ചിട്ട് അതിലൊരു സാധനം വെച്ച് കരിച്ച് കളയുന്ന ഒരു സംഭവമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒന്നിനും കൊള്ളാത്ത കഥാപാത്രമായിട്ട് ലോകേഷ് ഇതിൽ അവതരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്തുദ്ദേശിച്ചാണ് ലോകേഷ് ഇങ്ങനെ ഒരു വേഷം കൊടുത്തിരിക്കുന്നത്? ഈ സത്യരാജ് പറഞ്ഞ ബിൽഡപ്പിനുള്ള വേഷം ഇതിലുണ്ടോ? അദ്ദേഹമൊക്കെ എത്ര വലിയൊരു നടനാണ്. അദ്ദേഹം വില്ലനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വില്ലനും അദ്ദേഹത്തോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുപോലെ വില്ലനായിട്ട് മിന്നുന്ന താരമാണ് സത്യരാജ്. ഒന്നിനും കൊള്ളാതെ ഷൂന്ന് ചീറ്റിപ്പോകുന്ന കഥാപാത്രമായിട്ട് സത്യരാജിനെ ഇതിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഈ സിനിമയുടെ കഥയിലെ പ്രധാന മാറ്റർ, ഇതിൽ വാച്ച് കടത്തുന്നുണ്ട്, സ്വർണം കടത്തുന്നു, അതൊക്കെ ഓക്കെ, അതൊക്കെ ഓരോ വിഷയം. പക്ഷേ ഇതൊന്നുമല്ല ഇതിലെ മെയിൻ മാറ്റർ വേറൊരു സംഭവം ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നൊക്കെ സിനിമ കണ്ട് മനസ്സിലാക്കാം, ഞാൻ അത് പറയുന്നില്ല. അപ്പോൾ ആ സംഭവത്തെ വളരെയധികം ഭീകരമായിട്ട് കാണിക്കാൻ പറ്റുമായിരുന്നു. അത് കാണിച്ചാൽ തന്നെ നമുക്ക് ഈ വില്ലന്മാരോട് ഭയങ്കരമായൊരു ഇത് തോന്നുമായിരുന്നു, ത്രില്ലിങ് തോന്നുമായിരുന്നു. അതേപോലെ രജനി അവിടെ വന്ന് ചെയ്യുന്നതിനൊരു ഇവരെയൊക്കെ കൊല്ലുന്ന കാര്യങ്ങൾക്ക് ഒരു ഊർജ്ജം, നമുക്കൊരു സ്ട്രോങ് തോന്നുമായിരുന്നു. പക്ഷേ അത് കാണിക്കാൻ ഈ സിനിമയിൽ ലോകേഷ് വിട്ടുപോയി. അത് കാണിക്കണ്ടേ, ഒരു സീനിനെങ്കിലും കാണിക്കാതെ അതിൽ വരുന്ന അവശിഷ്ടങ്ങളെ ഇദ്ദേഹത്തിന് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല പോലും. അത് ഡിസ്പോസ് ചെയ്യാൻ എന്തൊക്കെ പണിയുണ്ട്? നമ്മൾ നോക്കുമ്പോൾ തോന്നുന്നു 2 ഇങ്ങോട്ട് കൊണ്ടാൽ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്തോളാമെന്ന് തോന്നിപ്പോവും. അതിന് ഒരു കസേരയിൽ വയറൊക്കെ വെച്ചിട്ട് കത്തിച്ചിട്ട് അത് ശരി, അതൊരു പുതുമയുണ്ട് പറയാം, ആ കത്തിക്കുന്ന സംഭവം പുതുമയുണ്ട്, ഓക്കെ. പക്ഷേ അതിനേക്കാളും ആ സംഭവത്തിൽ ഇവർ എന്ത് ചെയ്തു അത് കാണിക്കണ്ടേ? അത് കാണിച്ചിട്ടേ ഇല്ല. ടോട്ടലി പറഞ്ഞാൽ ഈ സിനിമയിലെ കഥയും താരങ്ങളും ഒന്നും തന്നെ തമ്മിൽ കണക്റ്റ് ആകുന്നില്ല. ആ രീതിയിൽ ലോകേഷ് ഇതുവരെ ചെയ്ത കൈദി, വിക്രം, ലിയോ പോലുള്ള സിനിമകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു വൻ പരാജയമായി പുള്ളി ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്തായാലും ലോകേഷ് ഇതിൽ നിന്ന് അങ്ങോട്ട് റെഡിയായി വരണം. പുള്ളി വരുമായിരിക്കും, കാരണം ഇതിനു മുമ്പ് ചെയ്ത സിനിമകളൊക്കെ ഓക്കെയാണ്. ഇതിലെന്തുകൊണ്ടോ അങ്ങേര് ആകെ തൊലച്ചു പോയി. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ രജനിയുടെ ആക്ഷൻ, അതേപോലെ അനിരുദ്ധിൻ്റെ മ്യൂസിക്, അതിന് വേണ്ടിയിട്ട് അതും ആക്ഷനെ ഈ രീതിയിൽ കാണിക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഈ സിനിമ വെറും കൂലിപ്പണി രാജൻ. അപ്പോൾ ഈ 2 സിനിമകളിൽ ബെറ്ററായി തോന്നിയ സിനിമ വാർ 2 തന്നെയാണ്. അത് കണ്ടിരിക്കാൻ കുഴപ്പമില്ല.